ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മരത്തിൻ്റെ വേരായിട്ടാണ്. ഇതിപ്പോൾ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിനകത്തൊരു കുറച്ച് ചെടിയൊക്കെ വെച്ച് നമുക്കൊരു ബോൺസായി സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചട്ടിക്കകത്ത് ഈ വേര് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സാധാരണ കുറച്ച് മണ്ണും കല്ലൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഉറപ്പിക്കാമെന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഇളകാതെ സെറ്റായിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ സാധാ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഒന്ന് ഉറപ്പിക്കുകയാണ്. പിന്നെ കുറച്ച് കല്ലും കൂടി എടുക്കാം. അപ്പോൾ ഞാൻ കല്ലെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് പായലൊക്കെ പിടിച്ചിട്ടുള്ള കല്ലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു വള്ളിച്ചെടി ഞാൻ പറമ്പിൽ കണ്ടപ്പോൾ പറിച്ചെടുത്തതാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഒരു സൈഡിലൊന്ന് കുഴിച്ചിട്ടിട്ട് നമുക്ക് ആ മരത്തിൻ്റെ മുകളിലൊന്ന് ചുറ്റി കൊടുക്കാം. പിടിക്കുന്ന എനിക്ക് ഉറപ്പില്ല, എന്നാലും നമുക്ക് കണ്ടപ്പോൾ എനിക്ക് രസം നോക്കിയപ്പോൾ ഞാൻ പറിച്ചെടുത്തതാണ്. എന്തായാലും ഇത് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിൽ ചുറ്റാണ്. ഇത് ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതുപോലത്തെ ഈ ഹോളിനകത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചെടി വെക്കാം. നമ്മൾ ചെടിക്കൊക്കെ ഇടാറുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയ ചെടികൾ ബുഷ് പോലത്തെ എല്ലാ ചെടികളും കിട്ടി നോക്കി. അപ്പോൾ ഞാനിതാ ഒരു പേരൊന്നും എനിക്കറിയില്ല, ഒരു ചെടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചെടിച്ചട്ടിയിൽ മുളച്ച് വന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ചെടി. ഒരു പേരറിയില്ല. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ രസം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് ഈ സൈഡത്തെ ഹോളിൽ കൂടെ ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കി കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്തിട്ട് ബാക്കി ചെടിയും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇത് സെയിം ചെടി തന്നെയാണ്. അപ്പോൾ അത് വെറുതെ ചട്ടിയിൽ മുളച്ച് വന്നപ്പോൾ പറിച്ച് കളയണ്ടെന്ന് ചോദിച്ചു. പിന്നെ ഞാനിപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് പറിച്ചതാണ്. അപ്പോൾ ഞാനിതാണ് ഈ ചെടി കൂടെ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഓട്ടയിലേക്കൊക്കെ വേണ്ടിയിട്ട് 1-2 പീസ് ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഫുള്ള് ഇതിനകത്ത് വെച്ച് ഇനി നമുക്കിത് ഇതുപോലെ കുറച്ച് മതിലിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുത്ത പായലൊക്കെ നമുക്ക് ഈ ഡൗണായി കിടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പിടിക്കുന്നു വിചാരിക്കുന്നത്, എന്തായാലും മതിലിൻ്റെ മുകളിലൊക്കെ പിടിക്കുന്നതല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തായാലും പിടിച്ചോളും. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് നന്നായി പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതാ ഈ വള്ളി ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം അത് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുമില്ല, എന്തോ തീരെ മാച്ചാവാത്ത പോലെ. അപ്പോൾ എന്തായാലും അത് വേണ്ട, നമുക്ക് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. എന്തായാലും അത് പോട്ടെ. നമുക്ക് ചെറിയ ചെറിയ ചെടികൾ വേറെയും കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ മഴയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ അധികം പായൽ കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ കിട്ടിയതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സംഭവം ഞാൻ ഒഴിവാക്കിയതായിരുന്നു. കാരണം അത് വെച്ചിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അത് കളഞ്ഞില്ല, അതെടുത്തിട്ടൊരു പറമ്പിൻ്റെ സൈഡിൽ കൊണ്ടുവച്ച്. അപ്പോൾ മഴയൊക്കെ പിടിച്ച് കൊണ്ടുവെക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. നല്ല ചെടികളൊക്കെ പിടിച്ചിട്ടുണ്ട്, ആ പായലൊന്നും പോയിട്ടില്ല. അപ്പോൾ ചെടിയൊക്കെ നല്ല നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കി ചെയ്യണം. കുറച്ചും കൂടി ചെടിയൊക്കെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇങ്ങനെ കുറച്ചും കൂടിയും ചെടികളൊക്കെ എടുത്തിട്ടുണ്ട്. മതിലിൻ്റെ മുകളിൽ തന്നെ പറിച്ചെടുത്തതാണ്. ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. ഏതാണ്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു കേട്ടോ. 2 ആഴ്ചയായി ഞാനിപ്പോൾ പകുതിയാക്കി വെച്ചിട്ട് ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇനി എന്തായാലും ബാക്കി ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും 2 ആഴ്ചയിൽ ഇതൊന്നും നശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം ഈ 2 ആഴ്ച നിന്നപ്പോൾ തന്നെ ഈ ചെടികളൊക്കെ വളരെ ചെയ്തിട്ടില്ല, ഒന്നും നശിച്ചു പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം മഴയൊക്കെ കൊണ്ടിട്ട് കുറേ മണ്ണൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും ആ ഗ്യാപ്പിലൊക്കെ മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെടികളും കൂടി നടാം. ഇപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പിലുമൊക്കെ ഞാൻ ഈ ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തായാലും പിടിച്ചോളും. കാരണം അത്യാവശ്യം നനവൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അത് നിൽക്കുമല്ലോ. നമുക്ക് നശിച്ചു പോകുന്നുള്ളൊരു പേടിയില്ല. പിന്നെ എന്തായാലും ഇത്രയും ദിവസം അങ്ങനെ വെറുതെ ഇരുന്നിട്ട്
അത് കേടൊന്നും വരാത്ത കാരണം എന്തായാലും ഇതിൻ്റെ മുകളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ബാക്കി ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതാ ഞാൻ ഏകദേശം അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണലെടുക്കാം, വെള്ള മണൽ. ഇപ്പോൾ അതാ മുറ്റത്തൊക്കെ കാണുന്ന മണൽ തന്നെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിന് മുകളിലിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട്, പിന്നെ നമ്മൾ ആദ്യമായിട്ടുള്ള മണ്ണിൻ്റെ കളറൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് അധികം ഇടുന്നില്ല, എന്നാലും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ആക്കി കൊടുത്തെങ്കിൽ അത് റെഡി ആവുമല്ലോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഗ്യാപ്പിലൊക്കെ ഇത് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയ സംഭവം. കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ അധികം ഓവറാക്കിയിട്ട് ചെടിയൊന്നും വെച്ചിട്ടില്ല. ഈ പായലും പിന്നെ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ നമ്മുടെ മതിലിൻ്റെ മുകളിലേക്ക് മഴക്കാലത്ത് മുളച്ച് വന്ന ചെടികളാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്? സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഒരു വലിയ മരത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്കും ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുമ്പോൾ കാണാം. പിന്നെ എനിക്ക് തോന്നുന്നുണ്ടാവും ഇത് പിടിക്കുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും 2 ആഴ്ച ഇരുന്നിട്ട് നശിച്ചു പോകാത്ത കാരണമാണ് ഞാൻ ബാക്കി ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ ചെയ്യുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ശരി.